രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. ക്ലേശം തീർന്നു നാം നിത്യം വസിപ്പാൻ വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ. വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. നിന്ന കഷ്ടത പരിഹാസങ്ങൾ ദുഷികളെല്ലാം തീരാൻ കാലമായി. ദുഷികളെല്ലാം തീരാൻ കാലമായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. പ്രാണപ്രിയന്റെ പൊന്നോ മുഖത്തെ തേജസ്സോടെ നാം കാണാൻ കാലമായി. തേജസ്സോടെ നാം കാണാൻ കാലമായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം ഐ വിൽ നെവർ ഫർഗെറ്റ് യു. ഞാൻ നിന്നെ മറക്കുകയില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 18 തിരുവചനം. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 14 വേഴ്സ് 18. I will not leave you alone like orphans. I will come back to you. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും. ആമേൻ. ജീവിതത്തിലെ പ്രതിസന്ധികൾ നമ്മെ തളർത്തിയെന്ന് വരാം. മുന്നേറുവാനുള്ള ഊർജം നഷ്ടപ്പെട്ട് നാം നിഷ്ക്രിയരായി തീർന്നെന്ന് വന്നേക്കാം. ജീവിതത്തിൽ പ്രതികൂലങ്ങളാൽ പകച്ചു നിൽക്കുമ്പോൾ തിരുവചന സൂക്തങ്ങൾ നമ്മുടെ സഹായത്തിനെത്താറുണ്ട്. ആ വാക്കുകൾ ഉന്മേഷം ഉയർത്തുവാനും പ്രത്യാശയുടെ ദൈവനാളമായി ഉയർത്തിപ്പിടിക്കുവാനും നമ്മെ സഹായിക്കുന്നുണ്ടല്ലോ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 49 അധ്യായം 15-16 വാക്യങ്ങൾ. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും എന്റെ മുൻപിൽ ഇരിക്കുന്നു. But the Lord says, can a woman forget her baby? Can she forget the child who came from her body? Even if she can forget her children, I cannot forget you. ദൈവത്തിന്റെ വചനം നമ്മളെ ശക്തീകരിച്ച് ബലപ്പെടുത്തുന്ന ഒരു ഊർജ സ്രോതസ്സല്ലേ. ഹല്ലേലൂയ. ദൈവം നമ്മെ തന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. സാധാരണ നാം കാണാറുള്ളത് പ്രണയഭാജനങ്ങൾ പരസ്പരം അവരുടെ ചിത്രങ്ങൾ ഉള്ളം കയ്യിൽ പച്ചകുത്താറുണ്ട്. അത് എന്ന് ഓർമ്മിക്കുവാൻ ആണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ കയ്യിൽ അത്തരത്തിലുള്ള പച്ചകുത്തൊന്നും വേണ്ട. അത് ദൈവം പ്രോത്സാഹിപ്പിക്കുന്നതല്ല. ഒരു ഉദാഹരണത്തിന് അത് പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ ദൈവത്തിന്റെ ഉള്ളം കയ്യിൽ അവിടുത്തെ സ്നേഹഭാജനങ്ങളായ നമ്മെ വരച്ചിട്ടിരിക്കുന്നു എന്ന് ഐസായ പ്രവാചകനിലൂടെ ദൈവം ഇപ്പോൾ അരുളി ചെയ്തത് നമ്മൾ വായിച്ചു കേട്ടു. അവിടുന്ന് നമ്മെ മറക്കാതെ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണത്. ദൈവം നമ്മെ ഏകനായോ അനാഥയായോ വിടുന്നവനല്ല. നമ്മെ നയിക്കുകയും പുലർത്തുകയും ആശ്വസിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം. ബഹുനില മന്ദിരങ്ങളിൽ കയറുവാൻ നാം ലിഫ്റ്റുകൾ ഉപയോഗിക്കാറുണ്ട്. ഓരോ ലിഫ്റ്റിലും എഴുതി വച്ചിട്ടുണ്ട് അതിൽ കയറ്റാവുന്ന ഭാരത്തിന്റെ തൂക്കം. അതിൽ കൂടുതൽ ഭാരം അതിന് വഹിക്കുവാൻ സാധ്യമല്ല. കയറ്റിയാൽ അതിന്റെ പ്രവർത്തനം നിലക്കും. ഇതുപോലെ തന്നെയാണ് ഓരോ വ്യക്തിക്കും അവന്റെ ഹൃദയത്തിന് താങ്ങാവുന്ന ഭാരപരിധിയുണ്ട്. ചിലർക്ക് വളരെ കുറച്ച് ഭാരം വഹിക്കുവാൻ കഴിയും. ചിലർക്ക് ഏറെ ഭാരങ്ങൾ വഹിക്കുവാനുള്ള കഴിവുണ്ട്. ഹൃദയഭാരങ്ങൾ ദൈവം അളന്നു നോക്കുന്നവനാണ്. ഓരോരുത്തർക്കും എത്ര ഭാരം വരെ താങ്ങുവാൻ
കഴിയുമെന്ന് നമ്മുടെ ദൈവത്തിന് അറിയാം. ദൈവത്തിന് മാത്രമേ അറിയൂ. താങ്ങാവുന്നതിൽ കൂടുതൽ ഭാരങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നാം തളരുകയും വിശ്വാസം പതറിപ്പോകുകയും ചെയ്യും. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് വഹിക്കുന്നതിൽ അധികമൊന്നും ദൈവം വരുത്തുകയില്ല എന്ന ആത്മധൈര്യം നമ്മൾ ഉണ്ടാകണം. പരീക്ഷകളും ഭാരങ്ങളും ഒരുപാട് സഹിച്ച പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നമുക്ക് കേൾക്കാം. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. The only temptation that you have are the same temptations that all people have, but you can trust God. He will not let you be tempted more than you can bear. But when you are tempted, God will also give you a way to escape that temptation. Then you will be able to endure it. Amen. Hallelujah. 3 യഹൂദ ബാലന്മാരുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ, അഗ്നിയിൽ എറിയപ്പെട്ടപ്പോൾ അതിന്റെ നടുവിൽ 4-മതൊരാൾ കടന്നു വന്നു. അതാരായിരുന്നു? അഗ്നിയിൽ കിടന്നാലും നിന്റെ കാൽ പൊള്ളുകയില്ല എന്ന് വാഗ്ദാനം ചെയ്ത ദൈവം. ഹല്ലേലൂയ. ദാനിയേലിന് സിംഹക്കുട്ടിയിൽ എറിഞ്ഞു. സിംഹത്തിന്റെ വാ അടച്ചു. ആര്? ദൈവം. ഹല്ലേലൂയ. നമ്മെ ഒരിക്കലും അനാഥരായി വിടാത്ത ഒരു ദൈവം നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നുണ്ടെന്ന് മറന്നു പോകും. ഒരു ശിശുവിനെ അമ്മ കൈക്ക് പിടിച്ചു നടത്തും. ചിലപ്പോൾ കൈവിട്ട് സ്വയം നടക്കുവാൻ ശീലിപ്പിക്കും. ശിശുവിന്റെ വളർച്ചയ്ക്ക് അത് അത്യാവശ്യമാണ്. എന്നാൽ ശിശുവിന്റെ കാൽ വഴുതുമ്പോൾ മാതാവിന്റെ കരം ആ ശിശുവിനെ തന്റെ കരങ്ങളിൽ കോരിയെടുക്കും. നടന്ന് ക്ഷീണിക്കുമ്പോൾ അമ്മ കുഞ്ഞിനെ തോളിലേറ്റ് നടക്കും. ഒരു മാതാവ് ശിശുവിനെ ഇങ്ങനെ സംരക്ഷിക്കുന്നുവെങ്കിൽ സ്വർഗീയ പിതാവിന്റെ കരുതൽ ഇതിനേക്കാൾ എത്രയോ അധികമാണ്. അതുകൊണ്ട് പ്രതിസന്ധികളിൽ സ്വയത്തിലോ സ്നേഹിതരിലോ ബന്ധുക്കളിലോ ആശ്രയിക്കാതെ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കാം. അവൻ നമ്മെ ഒരു നാളും മറക്കുകയില്ല, കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. സ്നേഹവാനായ പിതാവേ, ഇന്ന് വചനം കേട്ട ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ഹല്ലേലൂയ ഓരോ കുടുംബത്തെയും തിരുക്കരങ്ങളിൽ തരുന്നു. സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ കൈവിടാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ കുടുംബത്തോടെ ഞങ്ങളെ പരിപാലിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അനാഥരായ ഞങ്ങളെ അവിടുന്ന് വിടാതെ അവിടുന്ന് ഞങ്ങളുടെ ഓരോ കൂട്ടായ്മയും നയിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിന്റെ വിജയത്തിന് ആവശ്യമായ ശക്തി, ഊർജം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ പരിപാലിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളെ ഒരുമനപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ മാതൃരാജ്യമായി ഇന്ത്യ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട രാജ്യമായി മാറട്ടെ. എല്ലാ സംസ്ഥാനങ്ങളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കേരളത്തെയും തമിഴ്നാടിനെയും കർണാടകത്തെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. ഓരോ നിമിഷവും അനുദിനം പെരുകി വരുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ നുറുങ്ങിപ്പോകാതെ അവയെല്ലാം തരണം ചെയ്യാനുള്ള ശക്തി ഞങ്ങൾക്ക് അവിടുന്ന് നൽകുന്നതിനായി സ്തോത്രം. സ്തോത്രം. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ വയലുകളെ കരങ്ങളിൽ തരുന്നു. ഞങ്ങളുടെ ഓഫീസുകളെ കരങ്ങളിൽ തരുന്നു. ഞങ്ങളുടെ നിലങ്ങളെയും തോട്ടങ്ങളെയും കരങ്ങളിൽ തരുന്നു. അവിടുന്ന് തന്നിരിക്കുന്ന ബിസിനസ്സിനായി സ്തോത്രം. അതിന്റെ അതിരുകളെ അവിടുന്ന് വിശാലപ്പെടുത്തുന്നതിനായി സ്തോത്രം. അവിടുത്തെ കരം വെച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച് മാനിച്ച് ഇത്രത്തോളം ഞങ്ങളെ വഴി നടത്തുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ ഉള്ളിലെ എല്ലാ നിരാശകളും വിട്ടുമാറട്ടെ. അവിടുന്ന് അവരെ സംരക്ഷിക്കുന്നതിനായി സ്തോത്രം. ദൈവിക സാന്നിധ്യത്തിന്റെ നിറവും മക്കൾ അനുഭവിക്കട്ടെ. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഓരോ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധഭീഷണിയും അതുപോലെ അതിന്റെ ഇടയിൽ കിടന്ന് ഹല്ലേലൂയ വേദന അനുഭവിക്കുന്ന നിന്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവിടുന്ന് സമാധാന പ്രഭുവാണല്ലോ കർത്താവേ. അവിടുന്ന് ഓരോ രാജ്യത്തിന്റെയും തലവന്മാരുടെ ഹൃദയങ്ങളിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഉയർന്നു വരുന്ന യുദ്ധഭീഷണി എന്റെ കർത്താവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സൗഖ്യദായകനാണല്ലോ. അവിടുത്തെ അടിപ്പിണരുകളാൽ ഓരോ മക്കൾക്കും പൂർണ്ണ സൗഖ്യം കൊടുത്തിരിക്കുകയാൽ സ്തോത്രം. ഇന്നേ ദിനത്തിനായി നന്ദി. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദി അപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഒരുങ്ങി നിന്നോർ തന്നോടുകൂടെ മണിയറയിൽ വാഴാൻ കാലമായി, മണിയറയിൽ വാഴാൻ കാലമായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളായി.
കാഹളധ്വനി കേൾക്കും മാത്രയിൽ മറുരൂപമായി പറന്നിടറായി, മറുരൂപമായി പറന്നിടറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി.